മെയ് 19 ഇ.കെ. നായനാർ ചരമദിനം. കേരള മുഖ്യമന്ത്രി, ജനകീയ ഭരണാധികാരി, പ്രഗത്ഭനായ സംഘാടകൻ എന്നീ നിലകളിൽ ജനമനസ്സുകളിൽ ഇടം പിടിച്ച ഏറംപാല കൃഷ്ണൻ നായനാർ എന്ന ഇ.കെ. നായനാർ 2004 മെയ് 19 അന്തരിച്ചു. 1919 ഡിസംബർ 9 കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ ജനിച്ച ഇ.കെ. നായനാർ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ദേശീയ പ്രസ്ഥാനത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിലും ആകൃഷ്ടനായി. പിന്നീട് പി. കൃഷ്ണപിള്ളയുടെയും എ.കെ.ജിയുടെയും സ്വാധീനത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തി. 1964 പാർട്ടി പിളർന്നപ്പോൾ CPI-എമ്മിന് ഒപ്പം നിന്നു. 10 വർഷത്തിലധികം കാലം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. 1980-81 കാലയളവിൽ ആദ്യമായി കേരള മുഖ്യമന്ത്രിയായി. ആ മന്ത്രിസഭയ്ക്ക് കാലാവധി പൂർത്തിയാക്കാനായില്ല. പിന്നീട് 1987-91 കാലയളവിലും 1996-2001 കാലയളവിലും മുഖ്യമന്ത്രിയായി. 3 തവണയായി 11 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. 2004 മെയ് 19 അദ്ദേഹം അന്തരിച്ചു. C.V. രാമൻപിള്ള ജന്മദിനം. മലയാളത്തിലെ ചരിത്ര നോവലുകൾക്ക് അടിത്തറ പാകിയ വ്യക്തിയും ഏറ്റവും വലിയ ചരിത്ര നോവൽകാരനുമായിരുന്ന C.V. രാമൻപിള്ള 1858 മെയ് 19 തിരുവനന്തപുരത്ത് ജനിച്ചു. ബിരുദവും നിയമബിരുദവും നേടി ഹൈക്കോടതി വക്കീലായും ഗവൺമെൻറ് പ്രസ് സൂപ്രണ്ടായുമൊക്കെ ജോലി ചെയ്ത അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലുണ്ടായിരുന്ന ചരിത്ര നോവലിൻ്റെ പാത പിന്തുടർന്ന് മലയാളത്തിൽ ചരിത്ര നോവലുകൾ എഴുതി. ചരിത്ര പശ്ചാത്തലത്തിൽ ചരിത്രവും ഭാവനയും കൂട്ടിയിണക്കി രചിക്കപ്പെടുന്ന നോവലുകളാണ് ചരിത്ര നോവലുകൾ. അദ്ദേഹം രചിച്ച മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ. മാർത്താണ്ഡവർമ്മയും അതിനുശേഷം അദ്ദേഹം എഴുതിയ ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ നോവലുകളും മലയാളത്തിലെ ഏറ്റവും പ്രമുഖ ചരിത്ര നോവലുകളാണ്. ഇതുകൂടാതെ പ്രേമാമൃതം എന്ന സാമൂഹ്യ നോവലും അദ്ദേഹം എഴുതി. കുറുപ്പില്ലാക്കളരി, ചന്ദ്രമുഖി വിലാസം, മത്തവിലാസം തുടങ്ങിയ പ്രഹസനങ്ങൾ എന്ന് വിളിക്കുന്ന ഹാസ്യ നാടകങ്ങളിലൂടെ മലയാള നാടകവേദിക്ക് ഹാസ്യത്തിൻ്റെ പുതിയൊരു ഭാവവും അദ്ദേഹം നൽകി. ചരിത്ര നോവലുകളുടെ പിതാവായി അറിയപ്പെടുന്ന സ്കോട്ടിഷ് നോവലിസ്റ്റ് സർ വാൾട്ടർ സ്കോട്ടിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് C.V. രാമൻപിള്ളയെ കേരള സ്കോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. 1922 മാർച്ച് 21 അദ്ദേഹം അന്തരിച്ചു.